ഹലോ ഫ്രണ്ട്സ്, വളരെയധികം ഔഷധ ഗുണങ്ങളുള്ള കുടങ്ങൽ വെച്ചിട്ടുള്ള ഒരു കുറുക്കാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. കർക്കിടക മാസത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിക്കാവുന്ന ഒരു അടിപൊളി കുറുക്കാണിത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്ത് ഓൾ എന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനും മറന്നു പോകല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മുത്തിൽ, കുടകൻ, സ്ഥലബ്രഹ്മി ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ഇത് പാടത്തും പറമ്പിലും ഒക്കെ വള്ളിയായിട്ട് വളരുന്ന തലച്ചോറിൻ്റെ ആകൃതിയോട് സാമ്യമായിട്ടുള്ള ഇലകളോടും കൂടിയുള്ള ഒരു ഔഷധ സസ്യമാണ്. തലച്ചോറിലെ സെല്ലുകൾക്ക് നവജീവൻ പകരുന്ന ഈ ഔഷധം ആരോഗ്യപ്രദവും യുവത്വം നിലനിർത്തുന്നതിന് പരമ്പരാഗതമായി ആയുർവേദ പ്രകാരം ഉപയോഗിച്ചു വരുന്നു. കുട്ടികൾക്ക് ഓർമ്മശക്തിയും ബുദ്ധി വളർച്ചയും കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രെയിൻ ഫുഡ് എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രസവശേഷം മുലപ്പാൽ വർദ്ധിപ്പിക്കുന്നതിന്, ത്വക്ക് രോഗങ്ങൾക്ക് ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണ പറമ്പുകളിലും എല്ലാം തന്നെ വള്ളിയായിട്ട് പടർന്നു കയറുന്ന ഇതിന് വലിയ പരിചരണമൊന്നും വേണ്ട ആവശ്യമില്ല. ഔഷധങ്ങളുടെ കലവറ തന്നെയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം അത്രയേറെ ഗുണങ്ങൾ ഇതിനുണ്ട്. യൂറിനറി ഇൻഫെക്ഷൻ, മൂത്രത്തിൽ കല്ല്, മൂത്രച്ചുടിയിൽ ഈ രോഗങ്ങൾക്കൊക്കെ ഫലപ്രദമാണ്. കരളിലെ ടോക്സിനുകൾ നീക്കം ചെയ്യുന്നു. ആമവാദം, സന്ധികളിലെ നീര് കുറയ്ക്കുന്നതിനും ആയുർവേദ വിധിപ്രകാരം കഴിക്കുന്നത് നല്ലതാണ്. പഠിക്കുന്ന കുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഉറക്കക്കുറവ്, ക്ഷീണം ഇവയൊക്കെ മാറാനായിട്ട് സഹായിക്കുന്ന ഒരു നല്ല ബ്രെയിൻ ടോണിക് കൂടിയാണ്. കർക്കിടക മാസത്തിൽ ഇലവർഗ്ഗങ്ങളിലൊക്കെ പൊതുവെ ധാരാളമായിട്ട് ഔഷധ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഇലവർഗ്ഗങ്ങളൊക്കെ ഇതുപോലെയുള്ള കുടങ്ങൽ ഒക്കെ തന്നെ നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം. അത് നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ്. കൂടാതെ രോഗങ്ങളൊക്കെ വരാതിരിക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഇത്ര ഇലകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കഴുകിയിട്ട് വരാം. നിലത്തൊക്കെ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിനകത്ത് അഴുക്ക് കാണും. അപ്പോൾ നല്ല രീതിയിൽ ഒരു 2-3 പ്രാവശ്യമൊക്കെ നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അഴുക്കൊന്നും ഇല്ലാതെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് കുറുക്കുണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് തരിയുള്ള പൊടി ആയതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. തരി ഇല്ലാത്തതാണെങ്കിൽ ഡയറക്റ്റ് ചേർത്ത് കൊടുത്താലും മതി. ഇനി അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കൂടി എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള കുടകൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം അരച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നല്ലൊരു പേസ്റ്റാക്കി നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കുറുക്കുണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഔഷധ ഗുണമുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള മൺപാത്രങ്ങൾ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഈ ശർക്കര പാനി 1/4 ഭാഗം ശർക്കര ഈ ഒരു ചെറിയ ഗ്ലാസ് അളവിൽ വെള്ളത്തിൽ ഒന്ന് കുറുക്കിയെടുത്തതാണ്. ഒത്തിരി കട്ടിയായിട്ട് എടുത്തിട്ടില്ല, ഒന്ന് കുറച്ച് ലൂസായിട്ടാണ് ഈ ഒരു ശർക്കര പാനി എടുത്തിട്ടുള്ളത്. കാരണം ഇതെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനുള്ളതാണ്. ഇനി ഇതിങ്ങനെ ചെറുതീയിൽ ഇടവിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് അരിപ്പൊടിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് പെട്ടെന്നായി കിട്ടും. ഒരു 4 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുറുക്ക് റെഡിയായി കിട്ടുന്നതാണ്.
പണ്ടൊക്കെയുള്ള ആൾക്കാരൊക്കെ തന്നെ അവരുടെ ആഹാരങ്ങളിൽ ഇതുപോലെയുള്ള ഇലകളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. അതൊക്കെ തന്നെയാണ് അവരുടെ രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒക്കെ കാരണം. അപ്പോൾ നമ്മൾ ഇന്നത്തെയുള്ള ആൾക്കാരും ഇതുപോലെ ഇലകളൊക്കെ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക സമയത്ത് ധാരാളം മഴക്കാല രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാനായിട്ട് ഇതൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെയുള്ള കുറുക്കുകളൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാധാരണ ഈ കുടകനൊക്കെ പാലിലൊക്കെ അരച്ച് കലക്കി കുടിക്കാറുണ്ട്. കുട്ടികൾക്കൊക്കെ അങ്ങനെ കൊടുക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് തോരൻ വയ്ക്കാം, കുടകൻ ചമ്മന്തി, കുടകൻ അപ്പം, ഇതൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുന്നതാണ്. ഇതിന് ശരിക്കും ക്യാരറ്റിൻ്റെ രുചിയാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു ചവർപ്പ് പോലെയുണ്ട്. ഇങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത്ര വലിയൊരു ചവർപ്പൊന്നും ഉണ്ടാകത്തില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ഈ ഒരു കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല മണമാണ് ഇതിൻ്റെ ഇലയ്ക്ക്. അപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ ചുവന്ന ശർക്കര ചേർത്തത് കൊണ്ടാണ് ഇത് ഈ ഒരു പച്ച കളറിൽ തന്നെ ഇരിക്കുന്നത്. കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കറുത്തിരിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു കുറുക്ക് ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഒന്ന് തൂവി കൊടുക്കാം. ഇതും വളരെ ടേസ്റ്റാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കുറുക്ക് റെഡിയായിട്ട് കിട്ടും. ഇനി കുറച്ചും കൂടി ഒരു ഹൽവ ആയിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് കുറുക്കി എടുത്തിട്ട് തണുത്ത് കഴിയുമ്പോൾ ഹൽവ ആയിട്ടൊക്കെ മുറിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ കൂടുതൽ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഒരു 4 മിനിറ്റിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് കുറുക്കി എടുത്താൽ തന്നെ അത്യാവശ്യം നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും ഈ ഒരു കുറുക്ക് ട്രൈ ചെയ്ത് നോക്കണം, പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകല്ലേ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുടങ്ങളൊക്കെ വീട്ടിൽ നട്ടു വളർത്താനും കൂടി ശ്രമിക്കണം. അപ്പോൾ വീണ്ടും കാണാം. താങ്ക്